In today's episode also, we have His Grace Matthews Mar Apren, who is the Patriarchal Vicar of the United Kingdom. Barakumo Tirumeni. Tirumeni, നമ്മുടെ സഭയിൽ ഈ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഇമ്പോർട്ടൻസ് എന്നാണ്? വിശുദ്ധ കുർബാന സുറിയാനി സഭാ പാരമ്പര്യത്തിൽ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവാണ്. സഭയെക്കുറിച്ചുള്ള പ്രധാന നിർവചനം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്ന സമൂഹം എന്നുള്ളതാണ്. അതുകൊണ്ട് സഭയെ പൂർണ്ണമാക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ഇപ്രകാരം പറയപ്പെടുന്നു: എവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ അവിടെ സഭ പൂർണ്ണവും, എവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നില്ലയോ അവിടെ സഭ അപൂർണവുമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കൂട്ടായ്മകളെയും ആരാധനകളെയും സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും പൂർത്തീകരണം കണ്ടെത്തുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. പുതിയ നിയമ പണ്ഡിതനായ ഓസ്കർ കോൾമാൻ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: പുതിയ നിയമത്തിൽ എവിടെ ആരാധന എന്ന് വിവക്ഷിക്കുന്നുവോ അവിടെയെല്ലാം വിശുദ്ധ കുർബാനയുള്ള ആരാധനയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദിമസഭയുടെ ഒരു പ്രധാന കൂടിവരവാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 42 മുതൽ വാക്യങ്ങൾ കാണുന്നത്. അവിടെ പ്രധാനമായിട്ടും അപ്പോസ്തലന്മാർ കൂടി വരികയും അവിടെ യൂഖാറിസ്ത്യ ഖണ്ഡനം ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഭയുടെ കൂടിവരവിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്നുള്ളത് യൂഖാറിസ്ത്യ ഖണ്ഡനം തന്നെയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇറ്റ് ഹാസ് ബീൻ മെൻഷൻഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ്. അത് എവിടെയൊക്കെയാണ്? വിശുദ്ധ കുർബാനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വിവരണം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. തുടർന്ന് മത്തായിയുടെ സുവിശേഷം 26-ാം വാക്യത്തിലും, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 22-15-ലും, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ വാട്ട് ഈസ് ദ തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ്? സുറിയാനി സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് വിശുദ്ധ കുർബാന കർത്താവിന്റെ തിരുബലിയുടെ തുടർച്ചയാണ്. കർത്താവിന്റെ തിരുബലി ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. എന്നാൽ വിശുദ്ധ കുർബാനയിലൂടെ ആ തിരുബലിയുള്ള പങ്കാളിത്തവും അതിന് തുടർച്ചയുമാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിന്റെ തിരുബലി ലോകത്തിന് മുഴുവനും ആയതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. ഇംഗ്ലീഷിൽ പ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ കുർബാനയിൽ കോസ്മോസ് ബിക്കംസ് എക്ലേസിയ, അതായത് പ്രപഞ്ചം മുഴുവനും കർത്താവിന്റെ യാഗപീഠത്തിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തര ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ രണ്ടാമത്തെ വേദശാസ്ത്ര പ്രത്യേകത മനുഷ്യാവതാര രഹസ്യത്തിന്റെ പുനരാവിഷ്കരണമാണ്. അതായത് വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ ജനനം മുതൽ കർത്താവിന്റെ 2-ാം വരവ് വരെയുള്ള മുഴുവൻ സംഗതികളും, സൃഷ്ടി മുതൽ 2-ാം വരവ് വരെയുള്ള മുഴുവൻ സംഗതികളും ഓർക്കുകയും വിശ്വാസികൾക്ക് അതിലുള്ള പങ്കാളിത്തം ലഭിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ ജനനം, മരണം, ഖബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, 2-ാമത്തെ വരവ് തുടങ്ങിയ എല്ലാ ക്രിസ്തു സംഭവങ്ങളും ഓർക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന കർത്താവിന്റെ മനുഷ്യാവതാര രഹസ്യത്തിലെ പങ്കാളിത്തം പോലെ തന്നെ സുവിശേഷത്തിലുള്ള പങ്കാളിത്തമാണ്. സുവിശേഷം എന്നത് കർത്താവിന്റെ മനുഷ്യാവതാരത്തെ ലോകത്തോട് പ്രഘോഷിക്കുന്നതാണ്. ഓരോ വിശ്വാസിയും ഓരോ ഞായറാഴ്ചയും ഈ മനുഷ്യാവതാര രഹസ്യത്തിൽ പങ്കാളികളായിത്തീരുന്നു. വിശുദ്ധ കുർബാനയുടെ മൂന്നാമത്തെ പ്രത്യേകത വിശുദ്ധ കുർബാന നിത്യജീവന് വേണ്ടിയുള്ളതാകുന്നു. പരിശുദ്ധ സഭയിൽ ഒരു വിശ്വാസിയുടെ നിത്യജീവൻ വിശുദ്ധ കുർബാന അനുഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒരു വിശ്വാസിയുടെ ഉയർപ്പിൽ കർത്താവിന്റെ തിരുശരീര രക്തം ഭക്ഷിച്ചവർക്കാണ് ഉയർപ്പിന്റെ സാധ്യതകൾ ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ തിരുശരീര രക്തം അനുഭവിക്കുന്നവർക്ക് നിത്യജീവന്റെ സാധ്യതകൾ ഉള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്: വിശുദ്ധ കുർബാന നിത്യതയുടെ ഔഷധമാണ്, അഥവാ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഒരു വിശ്വാസിക്ക് അനശ്വരം നൽകുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ്. വിശുദ്ധ കുർബാനയുടെ 4-ാമത്തെ പ്രത്യേകത വിശുദ്ധ കുർബാന ഏറ്റവും വലിയ കൂട്ടായ്മയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ആശയം വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവിന്റെ തിരുശരീര രക്തത്തിലുള്ള പങ്കാളിത്തം
അനുഭവവും ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഫെലോഷിപ്പ്, ഏറ്റവും വലിയ കൂട്ടായ്മ വിശുദ്ധ കുർബാനയാണ് സഭ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ രണ്ട് തരത്തിലുള്ള കൂട്ടായ്മ സാധ്യമാകുന്നു. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ശരീരരക്തം അനുഭവിക്കുന്ന വഴി യേശുക്രിസ്തുവിനുള്ള കൂട്ടായ്മയും ആ ശരീരരക്തങ്ങൾ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് അനുഭവിക്കുന്നുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയും, രണ്ട് തലത്തിൽ ഈ കൂട്ടായ്മ നടക്കുന്നു. അതുകൊണ്ട് സഭ ഏറ്റവും വലിയ കൂടിവരവ് വിശുദ്ധ കുർബാനയായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ അഞ്ചാമത്തെ പ്രത്യേകത, വിശുദ്ധ കുർബാന ഒരു സ്തോത്രയാഗമാണ്. യേശുക്രിസ്തു ലോകത്തിന് വേണ്ടി ചെയ്ത രക്ഷാകരമായ ആ ത്യാഗത്തിന്റെ കുറിച്ചുള്ള സ്തോത്രാർപ്പണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ കുർബാനയെക്കുറിച്ച് ഗ്രീക്ക് ഭാഷയിൽ യൂക്കാറിസ്റ്റിയ അഥവാ യൂക്കാറിസ്റ്റ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നതും സ്തോത്രയാഗം എന്നുള്ള ആശയത്തിലാണ്. വിശുദ്ധ കുർബാനയിൽ തന്നെ ഈ കുർബാന ബലിയും സ്തോത്രവുമാണെന്ന് വിശ്വാസികൾ ഏറ്റുപറയുന്നുണ്ട്. ദൈവം മനുഷ്യൻ നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഒരു വിശ്വാസി സ്തോത്രം അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ആറാമത്തെ പ്രത്യേകത, വിശുദ്ധ കുർബാന പാപമോചനത്തിന് എന്നുള്ള ആശയമാണ്. പഴയ നിയമത്തിലെ ഒരു പ്രധാന ആശയമാണ് പാപമോചനം യാഗത്തിലൂടെ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം, ലേവ്യപുസ്തകം 5-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ലേവ്യപുസ്തകം 16:7 തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഈ യാഗത്തിലൂടെ പാപമോചനം ലഭിക്കുക എന്നുള്ള ആശയം കാണുന്നു. യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതായ ഭാഗത്ത്, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ എന്റെ ശരീരം പാപമോചനത്തിന് വേണ്ടി സ്വീകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഭ പാപമോചനം എന്ന ആശയം പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ മാത്രമാണ് പാപമോചനം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം പാപമോചനം, പാപം ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ അത് പൂർത്തീകരിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ടാണ്. ഈ പാപമോചന സാധ്യത വിശുദ്ധ കുർബാനയിലൂടെയാണ് സഭ നൽകുന്നത്. അതുകൊണ്ട് കുർബാന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് മരണ അവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികൾക്കും പാപമോചനത്തിന് സാധ്യത ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന കൊടുക്കുന്നതും ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ പ്രത്യേകത, വിശുദ്ധ കുർബാന സമ്പൂർണ്ണ ആരാധനയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ഒരു മനുഷ്യന്റെ 5 ഇന്ദ്രിയങ്ങളും ഒരുപോലെ പങ്കാളിയാകും. രണ്ടാമത്തെ പ്രത്യേകത, വിശുദ്ധ കുർബാന വഴിയെ സ്വർഗവും ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കും. സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധന്മാരുമായുള്ള ഒരു ബന്ധം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വർഗീയ ആരാധനയിലുള്ള പങ്കാളിത്തം കൂടിയാണ്. മൂന്നാമത്തെ പ്രത്യേകത, വിശുദ്ധ കുർബാനയിൽ ജീവനുള്ളവരും മരിച്ചുപോയവരും ഒരുമിച്ച് പങ്കെടുക്കുന്നു. കർത്താവിന്റെ ക്രൂശിലെ യാഗം വഴി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, കർത്താവിന് മുമ്പ് വാങ്ങിപ്പോയവർക്കും ആ യാഗത്തിന്റെ തിരുബലിയുടെ ഫലം, കാൽവറി യാഗത്തിന്റെ ഫലം ലഭിച്ചു. അപ്രകാരം തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വഴി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, വാങ്ങിപ്പോയവർക്കും അതിന്റെ അനുഗ്രഹം ലഭിക്കുന്നു. ഈ അർത്ഥത്തിലാണ് വിശുദ്ധ കുർബാന സമ്പൂർണ്ണ ആരാധനയാണെന്ന് പറയപ്പെടുന്നത്.